സോ ഹലോ പീപ്പിൾ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് വാല്യൂസ് ആൻഡ് ടൈപ്സിന്റെ കുറച്ച് ഇൻഡെപ്ത് കാര്യങ്ങളാണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത ബട്ട് സ്റ്റിൽ ലൈക്ക് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് എന്തൊക്കെയാന്നുള്ള സാഹചര്യത്തിലേക്ക് അത് യാ സോ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഓരോ കുത്തും കോമയും നമ്മൾ നോക്കുന്നതായിരിക്കും. സോ നമുക്ക് സ്ക്രീനിലോട്ട് പോവാം. യാ സോ ഇത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫോൾഡർ ആണ്. നമുക്ക് അതിനകത്ത് എപ്പോഴത്തെയും പോലെ തന്നെ ഓപ്പൺ ആക്കി വാല്യൂസ് ആൻഡ് ടൈപ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. സോ ഇതിനകത്ത് ഓപ്പണിംഗ് ടെർമിനൽ അല്ല ഗൈസ്, ഇവിടെ എനിക്കൊരു ഓപ്പണിംഗ് ടെർമിനൽ തന്നെയാണ്. യെസ്, സോ ഓപ്പണിംഗ് ടെർമിനൽ VS കോഡ് ഓപ്പൺ ആയിരിക്കുന്നു. ആൻഡ് ഇതിനകത്ത് നമ്മൾ അൺഎക്സ്പെക്ടഡ് ബിഹേവിയർ അന്ന് കണ്ടതാണ്. ഇവിടുത്തെ കോഡ് കുറച്ച് പോയെന്ന് തോന്നുന്നു. സ്റ്റിൽ ഓക്കെ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 അല്ല, ചാപ്റ്റർ 2വിനകത്ത് നമ്മൾ ഒബ്ജക്ട്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒബ്ജക്ട്സ് ഡോട്ട് ജെ എസ്. സോ ഒബ്ജക്ട് ഡോട്ട് ജെ എസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഫോണ്ട് ചെറുതായിട്ട് വലുതാക്കി. ഞാൻ ജസ്റ്റ് ഒരു ഒബ്ജക്ട് ഇടാം. നമ്മൾ ഈ സാധനത്തിന് മുന്നേ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് യു ഗൈസ് വിൽ ബി ഫെമിലിയർ വിത്ത് ദിസ്. സോ സോ ഹലോ വേൾഡ് ഉണ്ട്. ബിനകത്ത് നമുക്ക് 42 എന്ന് തന്നെ കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേർലി ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്തേക്കുന്ന സാധനങ്ങൾ വിത്ത് എന്തോ ഒരു കീ വാല്യൂ പെയർ ആയിരിക്കും. ഞാൻ ഒബ്ജക്റ്റ് എന്നാണ് അന്ന് മുന്നത്തെ ചാപ്റ്റർ 1 വീഡിയോ നമ്മൾ കവർ ചെയ്തത്. സോ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പറയുകയാണെങ്കിൽ ഒബ്ജക്ട്സിന് ഒരു ഡെഫിനിഷൻ ഉണ്ട് ഗൈസ്. ലൈക്ക് ദ ഒബ്ജക്ട് റെഫേഴ്സ് ടു കോമ്പൗണ്ട് വാല്യൂ. സോ ഈ ഡെഫിനിഷൻ എൻ്റെ തല നിൽക്കത്തില്ല. ഞാൻ കാണാൻ പഠിക്കുന്നത് ബെഗൻസ് ദാറ്റ്. സോ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് നോക്കി പറയാം. സോ ഇത് നിങ്ങളും കാണാൻ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. സോ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് വാല്യൂ ആണ് വിത്ത് ലൈക്ക് ഇവിടെ ഒരു കീവേഡും കൂടെ ഉണ്ട്. കോമ്പൗണ്ട് വാല്യൂ വേർ യു ക്യാൻ സേവ് ലൈക്ക് നെയിംഡ് ലൊക്കേഷൻ. ലൈക്ക് അത് ഉദ്ദേശിച്ചത് ഇതിനകത്ത് ഇപ്പം തന്നെ നോക്കിയറിയാം ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് ഇവിടെ ഒരു സ്ട്രിങ്ങും ഉണ്ട്, ഇവിടെ ഒരു ഇൻറ്റും ഉണ്ട്. ഇൻ്റെ അല്ല, ഒരു നമ്പരും ഉണ്ട്. ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്, ഇവിടെ ഒരു നമ്പരും ഉണ്ട്. സോ ഇതെന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിന്റെയും നമ്പറിന്റെയും കൂടെ കോമ്പിനേഷനാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എന്താ പറയുന്നത്, ഒരു കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. ഒരു കോമ്പൗണ്ട് വാല്യൂ എന്നാ പറയുന്നത്. സോ ആ വാല്യൂ എന്ന് പറയാൻ കാരണം ഇതൊരു വേരിയബിളാണ്. ഈ ഒരു വേരിയബിളിന്റെ വാല്യൂ ആണ് ഈ ഒബ്ജക്റ്റ്. ഈ വാല്യൂ എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കോമ്പൗണ്ട് സാധനമാണ്. കാരണം ഇതിനകത്ത് മൾട്ടിപ്പിൾ ടൈപ്സ് ഉണ്ട്. സോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി എ കോമ്പൗണ്ട് വാല്യൂ വിച്ച് ഇൻ ടേൺ ഹാസ് എ നെയിംഡ് ലൊക്കേഷൻ ഫോർ ഈച്ച് ഓഫ് ഇറ്റ്സ് വാല്യൂസ്. ഓക്കെ. സോ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വാല്യൂ ആണ്. അതിനകത്തുള്ള ഓരോ നെയിംഡ് ലൊക്കേഷൻസിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസും കാണും. സോ ഇതിനെ നമുക്ക് ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിൻലി 2 വഴിയാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് ഇടാം ആൻഡ് obj.a എന്ന് വിളിക്കാം എനിക്ക് വേണമെങ്കിൽ. ആൻഡ് obj.b എന്ന് വിളിച്ചാൽ ആ 2 ആൾക്കാരെ കിട്ടും. obj.b എന്ന് വിളിച്ചാൽ എനിക്ക് അവർ രണ്ടുപേരും കിട്ടും. സോ obj.b ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അവർ രണ്ടുപേരും കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ലോഗ് ചെയ്ത് നോക്കാം. objects.js ഹലോ വേൾഡ് 42 വന്നു. ഇത് കൂടാതെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താന്ന് വെച്ചാൽ ലൈക്ക് ഡോട്ട് നോട്ടേഷൻ എന്നാണ്. ഡോട്ട് ഡോട്ട് നൊട്ടേഷൻ എന്നാണ്. ആൻഡ് വേറൊരു നൊട്ടേഷനും കൂടെ ഉണ്ട്, ബ്രാക്കറ്റ് നൊട്ടേഷൻ. ഓക്കെ, ബ്രാക്കറ്റ് നൊട്ടേഷൻ. സോ ഇതിനകത്ത് നിങ്ങൾ അവിടെ ഡോട്ടാണ്, ഇവിടെ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ യു കുഡ് ഹാവ് ഗെസ്റ്റ് ഇറ്റ്. ലൈക്ക് ഇവിടെ നമ്മൾ ഡോട്ടിന് പകരം ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തായിരിക്കും ഈ സാധനം കൊടുക്കുന്നത്. സോ ഇവിടെ അപ്പോൾ എന്ത് ഡിഫറൻസ് ആണെന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. ലൈക്ക് ഇവിടെ ഓക്കെ എന്തോ എറർ അടിച്ചു, ഈസ് നോട്ട് ഓക്കെ. ഇവിടെ സ്ട്രിംഗ് ലിറ്ററൽ ആണ് ഗൈസ് കൊടുക്കേണ്ടത്. അത് എനിക്ക് തെറ്റിയത് ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാം. സോ ഇവിടെ സ്ട്രിംഗ് ലിറ്ററൽ ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ രണ്ടിനകത്തും വന്ന വാല്യൂസ് ആർ സെയിം ബേസിക്കലി. ഇവിടെ കൊടുത്തതും വന്ന ഔട്ട്പുട്ട് ഒന്നാണ്. പക്ഷെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഡോട്ട് ഓൾറെഡി നമുക്കുള്ളപ്പോൾ എന്തിനാണ് ഈ ബ്രാക്കറ്റ് നൊട്ടേഷൻ എന്ന്. അതിന്റെ കാര്യം ലൈക്ക് എനിക്ക് ഈ നെയിംഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് കുഡ് ബി സംതിങ് വിത്ത് എ സ്പേസ് ഓൾസോ. ലൈക്ക് ഇവിടെ എനിക്ക് ഇങ്ങനെയും സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയും സ്റ്റോർ ചെയ്യാം. അതപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അതിനെ നമ്മൾ അവിടെ ഇരിക്കട്ടെ, അതിന് മാറ്റിയാൽ വേറെ കോഡ് പൊട്ടും. നമുക്കിവിടെ അശ്വിൻ അശോക് എന്ന് പറയാം. എന്നിട്ട് ഇവിടെ നമുക്ക് വാല്യൂ ആയിട്ട് JS കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു വാലിഡ് നെയിംഡ് ലൊക്കേഷൻ തന്നെയാണ്, അതിനൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സിൻടാക്സ് എറർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എറർ ഒന്നും അടിച്ചു. നമ്മൾ ഇനി ഇത് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ റൺ ടൈം എററും ഇല്ല. പക്ഷെ ഇതിനെ നമുക്ക് ഡോട്ട് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇഷ്യൂ. കാരണം ഡോട്ട് വെച്ച് എങ്ങനെ ആക്സസ് ചെയ്യാനാണ്? ലൈക്ക് ഇങ്ങനെ കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർട്ട് ചെയ്താണ്. ഞാൻ ഇങ്ങനെ കൊടുത്താൽ അത് എറർ അടിക്കും. കാരണം നമുക്ക് ഡോട്ട് ഇടാൻ പറ്റത്തില്ല. ഇവിടെ ഈ ഡോട്ട് വരുമ്പോഴത്തേക്ക് കമ്പൈലറിന് അല്ലെങ്കിൽ ഈ സാധനത്തിന് മെഷീൻ കോഡിലോട്ട് ആക്കുമ്പോഴത്തേക്ക് അവിടെ ഇതിനൊരു വേരിയബിൾ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് സ്പേസ് ഉള്ള സാധനങ്ങളെ നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദിസ് തിങ് ഈസ് ലിറ്ററലി ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് നമുക്ക് ആരെ വേണ്ടത്? ബ്രാക്കറ്റിനെ വേണ്ടത്. സോ ബ്രാക്കറ്റ് വെച്ചിട്ട് എനിക്ക് ആ സാധനം ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ബ്രാക്കറ്റിനകത്ത് എന്താ കൊടുക്കുന്നത്? സ്ട്രിംഗ് ലിറ്ററൽ. സ്ട്രിങ് വെച്ച് എൻക്ലോസ് ചെയ്താൽ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഒരു സാധനമാണ്, ഒറ്റൊരു എൻറ്റിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒബ്ജക്റ്റിനകത്തുള്ള ഈ ഒരു എൻറ്റിറ്റിയാണ് ഇവിടെ കോൾ ചെയ്യുന്നത്. ആൻഡ് ആ സാധനത്തിന്റെ വാല്യൂ അപ്പോൾ JS ആണെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വരും. കണ്ട,
സോ ഇതാണ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ്റെയും മീൻ ലൈക്ക് ഡോട്ട് നൊട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് നൊട്ടേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ ഇത് കൂടാതെ നമുക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട്. ലൈക്ക് ഇതിപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഡയറക്റ്റ് ഇതിനകത്തുണ്ടായിരുന്ന വാല്യൂ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു കീ വാല്യൂ വെച്ച് തന്നെ കീ വെച്ച് തന്നെയാണല്ലോ വിളിച്ചത്. സോ അതിൽ നത്തിങ് മച്ച് ലൈക്ക് ഇവിടെ അപ്പോൾ ഈ ഒബ്ജക്റ്റ് നൊട്ടേഷൻ ഒരു എക്സ്ട്രാ ഫീച്ചറും കൂടെ ഉണ്ട്. എനിക്കിപ്പോൾ വേണേൽ ലെറ്റ് എ ഈക്വൽ ടു അല്ലെങ്കിൽ ലെറ്റ് വേരിയബിൾ എന്ന് തന്നെ വെക്കാം. ലെറ്റ് വേരിയബിൾ ഈക്വൽ ടു അശ്വിൻ അശോക് എന്ന് വെക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നതിന് പകരം എനിക്ക് എങ്ങനെ വിളിക്കാൻ പറ്റുമെന്നറിയോ? ഇവിടെ വേരിയബിൾസ് കൊടുക്കാൻ പറ്റും. ഇവിടെ സ്ട്രിംഗ് ലിറ്ററൽ ഡോട്ട് നൊട്ടേഷൻ്റെ കേസിൽ അവിടെ സ്ട്രിംഗ് ലിറ്ററൽസ് അല്ലാതെ വാലിഡ് ആയിട്ടുള്ള വേരിയബിൾസും കൊടുക്കാൻ പറ്റും. ഈ വേരിയബിൾ ഷുഡ് ബി ഡിക്ലെയർഡ്, ബട്ട് ഇപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇനിഷ്യലൈസും ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കൊടുത്തും എനിക്ക് ഈ സാധനത്തിന് ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ 2 ജേസ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ജേസ് ഞാൻ സ്ട്രിംഗ് ലിറ്ററൽ കൊടുത്തത്, ഇവിടെ വന്നത് ഞാൻ വേരിയബിൾ വെച്ചിട്ട് ആ വേരിയബിളിനെ ആക്സസ് ചെയ്തു. പക്ഷേ ഡോട്ട് നൊട്ടേഷൻ്റെ കേസിനകത്ത് ഇത് പറ്റത്തില്ല. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് എൻ എറർ. കാരണം ഡോട്ട് നൊട്ടേഷൻ്റെ കേസിൽ ഈ ഡോട്ട് കഴിഞ്ഞ് വരുന്ന സാധനം ഇത് എക്സ്പെക്ട് ചെയ്ത് എന്താണെന്ന് അറിയും. ഡോട്ട് കഴിഞ്ഞ് എന്ത് വന്നാലും അത് ഈ ഒബ്ജക്റ്റിനകത്തുള്ള ഒരു കീ ആയിരിക്കും എന്നാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ എറർ അടിക്കും. എറർ അടിച്ചില്ല, സേവ് ആയില്ല. ഓക്കെ, സോ ഈ കേസിൽ എറർ അടിച്ചില്ല, പക്ഷെ പകരം അൺഡിഫൈൻഡ് ആണ് വന്നത്. കാരണം ആ ഒരു കീ അതിനകത്തില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല, അതിനൊരു വാല്യൂ ഇല്ല, അതുകൊണ്ട് അൺഡിഫൈൻഡ് വന്നു. സോ അതാണ് ഡോട്ട് നൊട്ടേഷൻ്റെ കേസ്. നമ്മളിപ്പോൾ ഡോട്ട് നൊട്ടേഷൻ സിഗ്നിഫിക്കൻസ് എല്ലാം പറഞ്ഞു, യൂസ്ഫുൾ ഈ ഒരു കാര്യവും പറഞ്ഞു. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ ഇതെന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ടൈപ്പ് അല്ല. നമ്മൾ ഇതിന് മുന്നേ കണ്ട വാല്യൂസ് ആൻഡ് ടൈപ്സിനകത്ത് നമ്പർ ഉണ്ടായിരുന്നു, ബൂളിയൻ ഉണ്ടായിരുന്നു, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, ബിഗ് ഇൻറ്റിനെ കണ്ടു, സിമ്പലിനെ കണ്ടു. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പറയുന്നത് പ്രിമിറ്റീവ് ആയി, മീൻ ലൈക്ക് ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് വിളിക്കും. പക്ഷേ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പ്രിമിറ്റീവ് അല്ല. കാരണം ഇതിന് ഐ മീൻ ലൈക്ക് ഇതെന്ന് പറയുന്നത് ഒരു കുറേ അധികം പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇവിടെ ഒരു സ്ട്രിംഗ് ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്കിനി അറേ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ. പിന്നെ ഫങ്ഷൻസ് വരുന്നുണ്ട്. അറേയും ഫങ്ഷൻസും ബുക്കിൽ ഇവിടെ ഒരു ഹിന്റ് തരുന്നത് ഞാൻ വായിക്കാം. ബട്ട് റാദർ ദാൻ ബീയിങ് ബിൽറ്റ് ഇൻ ടൈപ്സ്, ദീസ് ഷുഡ് ബി തോട്ട് ഓഫ് മോർ ലൈക്ക് സബ് ടൈപ്സ്, സ്പെഷ്യലൈസ്ഡ് വേർഷൻസ് ഓഫ് ഒബ്ജക്റ്റ് ടൈപ്പ്. ഇത് ആരെ കുറച്ചാന്ന് ചോദിച്ചാൽ ഫംഗ്ഷൻസിനെയും അറേസിനെയും കുറിച്ചാണ് പറയുന്നത്. ഇവന്മാർ പറയും നമ്മുടെ മനസ്സിൽ ഫംഗ്ഷനും അറേ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഇതേ സെയിം ലെവലിൽ വരുന്നൊരു ആണുള്ളത്. ഐ മീൻ ലൈക്ക് കൺസിഡറിങ് ഓർ കമ്പയറിങ് ബാക്കിയുള്ള ലാംഗ്വേജസ്, ഒബ്ജക്റ്റ് അറേ ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരേ ലെവലിൽ വരും. ഫംഗ്ഷൻ മേ ബി കുറച്ചുകൂടെ മാറി നിൽക്കാം. പക്ഷേ ഇവന്മാർ പറയുന്നത് ഇതിൻ്റെ കേസിൽ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ ഈ ഫംഗ്ഷനും അറേ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് സബ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഫംഗ്ഷൻ ആണോ ഒബ്ജക്റ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചിലപ്പോൾ ഒബ്ജക്റ്റ് ആയിരിക്കും. ഈ ടൈപ്പ് ഓഫ് അറേ നോക്കുമ്പോൾ മേ ബി ഒബ്ജക്റ്റ് വരാം. നമുക്കത് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. വി വിൽ ക്ലിയർ ഇറ്റ് ഔട്ട്.